ഹെൽത്ത് ആൻഡ് പ്രോഗ്രസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നാഡിശുദ്ധി പ്രാണായാമം എന്താണെന്നും അതിൻ്റെ ഗുണങ്ങളും അത് എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതെന്നുമാണ്. നാഡിശുദ്ധി പ്രാണായാമത്തെ തന്നെ നാഡിശോധന പ്രാണായാമമെന്നും അനുലോമ വിലോമ പ്രാണായാമമെന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാഡിശുദ്ധി, അതായത് നമ്മുടെ നാഡികളെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ ഒരു പ്രാണായാമത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ മെൻ്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ബാലൻസ് ചെയ്യാനുള്ള കഴിവ് ഈ പ്രാണായാമത്തിനുണ്ട്. ഈ ഒരു പ്രാണായാമ ദിവസേന ചെയ്യുന്നതിലൂടെ നമ്മുടെ ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ആവുകയും അതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കൂട്ടുകയും അതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ മൈൻഡ് ഒന്ന് കാമാക്കി ഒന്ന് റിലാക്സ് ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി കൃത്യമായ രീതിയിൽ എങ്ങനെ നാഡിശുദ്ധി പ്രാണായാമം ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ തറയിൽ എപ്പോഴും ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു പായോ എന്തെങ്കിലും വിരിച്ചിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഇരിക്കുമ്പോൾ നമ്മൾ ചമ്പ്രം പടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ വജ്രാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന് പ്രാണായാമം ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇത് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ നട്ടെല്ല് നിവർത്തി ചിന്ന് തറയ്ക്ക് പാരലാക്കി വെച്ച് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മുടെ കൈകൾക്ക് രണ്ടും ഓരോ മുദ്രകളുണ്ട്. ആദ്യമായി ഇടത്തെ കയ്യിൽ ചിന്മുദ്രയിലാണ് വെക്കേണ്ടത്. ചിന്മുദ്ര എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരലും പെരുവിരലും ടിപ്പുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന പോലെ വെച്ച് ഈ കൈ തുടയുടെ മേലെ റിലാക്സ് ചെയ്ത് വെക്കാം. ഇനി വലത്തെ കൈയിലെ മുദ്ര നാസികാ മുദ്ര. അതിനുവേണ്ടി ചൂണ്ടുവിരലും നടുവിരലും മടക്കി പെരുവിരലുപയോഗിച്ച് വലത്തെ മൂക്കും മോതിരവിരലുപയോഗിച്ച് ഇടത്തെ മൂക്കും അടയ്ക്കാം. ഇനി ശ്വാസം എടുക്കുന്ന രീതിയെക്കുറിച്ച് പറയാം. ആദ്യമായിട്ട് വലതു മൂക്ക് അടച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ടാണ് പ്രാണായാമം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇടതു മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതു മൂക്ക് അടയ്ക്കുകയും വലതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും വീണ്ടും അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മൂക്കടച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോഴാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുക. ബിഗിനേഴ്സിന് തുടക്കത്തിൽ 7 റൗണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഓരോ ദിവസവും കഴിയുന്നതനുസരിച്ച് ഇതിൻ്റെ കൗണ്ട് കൂട്ടി വരാവുന്നതാണ്.